ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് ഇപ്പോൾ കുറേ പേർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾ ആനുവലി 10 ലക്ഷത്തിന് മുകളിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ റീസെന്റ് തന്നെ കുറേ പേർക്ക്, ഇപ്പോൾ എൻ്റെ 2-3 പേര് ഫ്രണ്ട്സുകൾക്ക് ഇപ്പോൾ എന്താ പറയുക ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം മാസത്തിൽ നമ്മൾ ബില്ല് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് നമ്മൾ ഈ പേ ചെയ്യുന്ന ബില്ലുകളൊക്കെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി ബാങ്കുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ആക്ച്വലി നമ്മുടെ ഇൻകം ടാക്സ് സൈഡിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് അവരത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നോർമലി ഇപ്പോൾ കറക്റ്റായിട്ട് ലിമിറ്റ് വന്നിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ 1 ലക്ഷത്തിൻ്റെ അബോവ് ബില്ല് അടച്ചു കഴിഞ്ഞാൽ അത് നോർമലി ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ആവാനും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ സോഴ്സ് കാണിക്കാനോ അങ്ങനത്തെ സംഭവമൊക്കെ വന്നിട്ട് ബില്ല് വരാനൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് വരാനൊക്കെ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കുറേ പേര് ഭയങ്കരമായിട്ട് ഹൈ വാല്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവമാണ്, നിങ്ങൾക്ക് ഇപ്പം അറിയായിരിക്കും എല്ലാവരെയും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. നോർമലി 10 ലക്ഷത്തിൻ്റെ അബോവ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലാണ് ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്ന് നോട്ടീസും അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവങ്ങൾ പെടുക. അത് അപ്പം തന്നെ വരണമെന്നൊന്നും ഇല്ല. ഡിപ്പെൻസ് അപ്പോൾ അത് എപ്പോഴാണ് അവരുടെ സൈഡിൽ നിന്ന് ചെക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, അപ്പോഴാണ് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസം 10 ലക്ഷത്തിൻ്റെ അബോവ് ട്രാൻസാക്ഷൻ ചെയ്തു, അടുത്ത മാസം തന്നെ വരുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു വെള്ളം കഴിഞ്ഞിട്ടൊക്കെ വരിക, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ആക്ച്വലി റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നോർമലി ക്രെഡിറ്റ് കാർഡ് ഈ എന്താ പറയുക ഇൻകം ടാക്സ് നോട്ടീസും സംഭവങ്ങളൊക്കെ വരാറുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്കുകൾക്കും ഇവർക്കൊക്കെ ആക്ച്വലി ഇവരുടെ സൈഡിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്ച്വലി ആ ട്രാൻസാക്ഷൻ നമ്മുടെ ഇൻകം ടാക്സ് സൈഡിലേക്ക് നോട്ടീസ് ആവും, അല്ലെങ്കിൽ അത് റിപ്പോർട്ടാവും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരാനും അല്ലെങ്കിൽ കോൾസോ ഇമെയിൽസോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എൻക്വയറി വരാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ്റെ എമൗണ്ടും അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ എന്തിനാണ് ചെയ്തേക്കണേന്നൊക്കെ ഡിപ്പെൻസ് ചെയ്തിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ മന്ത്ലി ഭയങ്കര ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒന്നാമത് നിങ്ങൾ ബിസിനസ് പർപ്പസ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ആവണം. അത് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നോർമൽ ക്രെഡിറ്റ് കാർഡ്സുകളും ഒക്കെ പേഴ്സണൽ യൂസിന് കൊടുക്കുന്ന കാർഡുകളാണ്. അതൊന്നും ബിസിനസ് യൂസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ തന്നെ നോർമലി ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റുകാർ നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ ബിസിനസ് യൂസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ചെയ്യുമ്പോഴാണ് നോർമലി ഇത്ര 1 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷത്തിന് മുകളിൽ 3 ലക്ഷത്തിന് മുകളിലൊക്കെ നോർമലി മന്ത്ലിലേക്ക് ബില്ല് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതുപോലെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങളതൊരു ബിസിനസ് പർപ്പസിനാണ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 സൈഡിൽ നിന്നും മണി വരും. അപ്പോൾ അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ പേർക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സൈഡിൽ നിന്ന് കുറേ നോട്ടീസസ്, ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ട്രാൻസാക്ഷനിൽ കുറേ നോട്ടീസ് നമ്മളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. നമ്മൾ ഇതിന് മുമ്പ് മെയിൻ ചാനലിൽ നിന്നൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി കുറേ പേർക്ക് നോട്ടീസ് സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വരാം, നിങ്ങളൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ആവുന്നുണ്ട്, അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്താൽ കുഴപ്പങ്ങളൊന്നും ഇല്ല വെച്ചിട്ട് കുറേ പേര് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ ഒക്കെ. അപ്പോൾ ഇതെല്ലാം റിപ്പോർട്ട് ആവുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. എല്ലാം ലിങ്ക്ഡ് ആണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണല്ലോ. ഇതിന്ന് എവിടെ ചെയ്താലും അവിടെ ക്ലിക്ക് റിപ്പോർട്ടാവും. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് ചെയ്താലും നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാട്ടെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടി അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരാനുള്ള സംഭവങ്ങളൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാൻ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 2ാം ചാനലായ ഗുഡ് ഹാപ്പൻസ് നമ്മുടെ GHH വേൾഡ് കാണാൻ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, അങ്ങനത്തെ നമ്മുടെ ഇൻഫോർമേറ്റീവ് സംഭവമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം.